നമസ്കാരം, വെൽക്കം ടു ദ ഇന്ത്യ പ്രസ്. എൻ്റെ പേര് കൃഷ്ണരാജ്. നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ +2 കഴിഞ്ഞ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പോലെയുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള IT മേഖല, കമ്പ്യൂട്ടർ സയൻസുമായി ബന്ധപ്പെട്ട ഏറ്റവും ട്രെൻഡി ആയിട്ടുള്ള മേഖലയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. ഒരുപാട് പേര് ഞാൻ പല ക്ലാസ്സുകളിലൊക്കെ പോകുമ്പോൾ എന്നോട് ചോദിക്കാറുണ്ട്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്, എനിക്ക് എങ്ങനെ ഇത് പഠിക്കാം, അല്ലെങ്കിൽ ആ ഒരു മേഖലയിലോട്ട് എനിക്ക് എങ്ങനെ പോകാം. അപ്പോൾ അതിന് ഈ വർഷം +2 പഠിച്ചുകൊണ്ടിരിക്കുന്നവർ 2025 അവസാനം +2 തീരുന്ന, അല്ലെങ്കിൽ മാർച്ചിൽ ഏപ്രിലിൽ +2 പരീക്ഷ എഴുതി അടുത്ത അക്കാഡമിക് ഇയറിൽ, അതായത് ജൂൺ ജൂലൈ ഓഗസ്റ്റിലൊക്കെ നിങ്ങൾ 2025 ഓഗസ്റ്റിൽ, ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലായി ഒരു +2 കംപ്ലീറ്റ് ചെയ്ത് ഒരു ഹയർ സ്റ്റഡീസിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർ, അല്ലെങ്കിൽ ഒരു ഡിഗ്രി പ്രോഗ്രാമിലേക്ക്, ബിടെക്കിലേക്കൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏത് കോഴ്സ് തിരഞ്ഞെടുക്കാം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മേഖലയിൽ നല്ലൊരു കരിയർ തുടങ്ങാനായി. അതായിരിക്കും ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. കുറേയധികം കോഴ്സുകളെക്കുറിച്ച്, ഇന്ത്യയിലെ തന്നെ പ്രീമിയം സ്ഥാപനങ്ങളെക്കുറിച്ച്, ആ സ്ഥാപനങ്ങളൊന്നും തന്നെ നിങ്ങൾ ചൂസ് ചെയ്യണമെന്നില്ല, പക്ഷേ ഇങ്ങനെയൊക്കെയുള്ള സ്ഥാപനങ്ങളിൽ ഇത്തരം പ്രോഗ്രാംസ് ഉണ്ട്, അതിന് ഇത്ര ഫീസൊക്കെ ആകും, അല്ലെങ്കിൽ ഇത്ര വർഷം പഠിക്കണം, ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒരു ധാരണ നിങ്ങൾക്ക് തരിക എന്നുള്ളതാണ് എൻ്റെ ഈ വീഡിയോയുടെ ഉദ്ദേശം. അതുകൊണ്ട് AI മേഖലയിലെ ഒരു കോഴ്സ് എടുത്ത് പഠിക്കാൻ +2വിന് ശേഷം താല്പര്യമുള്ള ഒരാളാണ് നിങ്ങൾ എങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ, നിങ്ങളുടെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടാകാം, അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ മക്കളുണ്ടാകാം, അങ്ങനെയൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് സജസ്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് തന്നെ ഇതിനെക്കുറിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് ഉപയോഗിക്കാം. വൺസ് അഗെയിൻ, വെൽക്കം ബാക്ക് ടു ദിസ് ചാനൽ. ആമുഖത്തിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ അതിനോട് ചേർന്ന് നിൽക്കുന്ന കുറേ ബ്രാഞ്ചുകളുണ്ട്. എസ്പെഷ്യലി കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് മേഖലയിൽ തന്നെയാണ് കമ്പ്യൂട്ടർ സയൻസ്. അതുപോലെ തന്നെ ജനറൽ കമ്പ്യൂട്ടർ സയൻസ് ഡിഗ്രി, ഇതെല്ലാം AI ഒരു സ്പെഷ്യലൈസേഷനായിട്ട് ഓഫർ ചെയ്യുന്ന കോഴ്സുകളാണ്. അപ്പോൾ പല BTech കോഴ്സുകളും ഇപ്പോൾ AI ഇൻ്റഗ്രേറ്റഡ് ആണ്, അല്ലെങ്കിൽ പല ഡിഗ്രി കോഴ്സുകളും നമ്മുടെ AI ഇൻ്റഗ്രേറ്റഡ് ആണ്. അപ്പോൾ ഈ AI അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പേപ്പറുകൾ ഉൾപ്പെടുത്തിയ ഇത്തരം പ്രോഗ്രാംസ് ധാരാളമായിട്ട് അവൈലബിൾ ആണ്. കൂടുതലും BTech പ്രോഗ്രാമാണ്, അതല്ലാത്ത ഡിഗ്രി പ്രോഗ്രാംസും ഉണ്ട്. അപ്പോൾ ഞാൻ ഇത്തരം കുറച്ച് പ്രോഗ്രാംസിനെ നിങ്ങൾക്ക് ഒന്ന് പരിചയപ്പെടുത്തി തരാം. പൂനെയിലുള്ള വിശ്വകർമ്മ യൂണിവേഴ്സിറ്റി, അവരെ സംബന്ധിച്ച് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് BTech ഡിഗ്രി ഓഫർ ചെയ്യുന്ന ബാച്ചിലർ ഓഫ് ടെക്നോളജി പ്രോഗ്രാം അവർ ഓഫർ ചെയ്യുന്നുണ്ട്. അത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ് എന്ന് പറഞ്ഞ ഒരു മേഖലയാണ്. നിങ്ങൾക്കറിയാവുന്നതുപോലെ തന്നെ AI എന്ന് പറയുന്ന കോൺസെപ്റ്റിൻ്റെ ഒരു എന്താ പറയുന്നത്, ഒരു ട്വിൻ ബ്രദറാണ് ശരിക്കും പറഞ്ഞാൽ മെഷീൻ ലേണിംഗ്. എന്താണ് മെഷീൻ ലേണിംഗ് എന്ന് പറഞ്ഞാൽ? ഏറ്റവും ലളിതമായ ഭാഷ ഞാനത് നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാം. അതായത് നമ്മൾ ചെറിയ പ്രായത്തിൽ, നമ്മളൊരു കൊച്ചു കുട്ടിയായിരിക്കുമ്പോൾ നമ്മളെ ഒരു ബോൾ, അതായത് നമ്മൾ പ്ലേ ഗ്രൗണ്ടിൽ കളിക്കുന്ന ബോൾ, അതിനെ കാണിച്ചിട്ട് നമ്മുടെ പേരൻസ് പറഞ്ഞു തരും, ദേ മോനെ അതാ കേട്ടോ ബോൾ. അപ്പം പലതരത്തിലുള്ള ബോൾസ് ഉണ്ട്. ഫുട്ബോളുണ്ട്, അത് കഴിഞ്ഞ് ബാസ്ക്കറ്റ് ബോളുണ്ട്, ക്രിക്കറ്റിൻ്റെ ചെറിയ ബോളുണ്ട്, മഞ്ഞ കളറുള്ള ടെന്നീസിൻ്റെ ബോളുണ്ട്, അങ്ങനെ പല അല്ലെങ്കിൽ സ്മൈലി ബോളുണ്ട്, ഇങ്ങനെ പലതരത്തിലുള്ള ബോൾസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ പലപ്പോഴായിട്ട് ഇത് ഓരോന്നും കാണും. ഫുട്ബോൾ കാണും, ടെന്നീസ് ബോൾ കാണും, ക്രിക്കറ്റ് ബോൾ കാണും, ബാസ്ക്കറ്റ് ബോൾ കാണും, വോളിബോൾ കാണും. ഇതൊന്നും അല്ലാത്ത വെറുതെ ഫാൻസി ബോൾസ് കടകളിലൊക്കെ വിൽക്കാൻ വെച്ചേക്കുന്നത്. അപ്പോൾ ഇത് കുറേ എണ്ണം കണ്ടു കഴിയുമ്പോൾ നമ്മുടെ ബ്രെയിനിന് ഒരു ഐഡിയ രജിസ്റ്റർ ആവും. അതായത് ഉരുണ്ടിരിക്കുന്ന പല നിറത്തിലുള്ള ഈ ഒരു രൂപത്തിലുള്ള സാധനത്തിനെയൊക്കെ നമ്മൾ ബോൾ, അല്ലെങ്കിൽ നമ്മളൊരു ഗെയിമിനും ഉപയോഗിക്കുന്ന സാധനമായിട്ടാണ്. ഇങ്ങനെയല്ലേ നമ്മൾ ഓരോ കാര്യങ്ങളും പഠിക്കുക. അല്ലെങ്കിൽ പെൻസിൽ, ഈ സാധനങ്ങളൊക്കെ അങ്ങനെയാണ്. പല ഷേപ്പുള്ള പെൻസുണ്ട്, പല ഷേപ്പുള്ള പെൻസിൽസ് ഉണ്ട്. സാധാരണ പേന പല രീതിയിലുള്ളതുണ്ടാവും, പക്ഷേ അതിനെ നമുക്കൊരു ചില ധാരണകൾ നമ്മളുടെ മനസ്സിൽ, നമ്മുടെ ബ്രെയിൻ പഠിച്ചു വെക്കും. അതായത് അതിനൊരു ക്യാപ്പ് ഉണ്ടാവും, അതിനൊരു നിബ് ഉണ്ടാവും, അതിന് ഒരു പിടിച്ചെഴുതാനുള്ളൊരു സ്ഥലം ഉണ്ടാവും. അതിൻ്റെ നീളം ഏകദേശം ഒരു 4.5 മുതൽ ഒരു 6 ഇഞ്ച് വരെ ആയിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ വണ്ണം എത്രയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മളൊരു മനസ്സിലൊരു ധാരണയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു സാധനം കാണുമ്പോൾ ഇത് പേനയാണ്, ഇത് പെൻസിലാണ്, ഇത് ബോളാണ് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയെടുക്കും. ഇതിനെ നമ്മൾ ഹ്യൂമൻ ലേണിംഗ്, ഹ്യൂമൻ ഇൻ്റലിജൻസ് എന്ന് വിളിക്കാം. ഒരു മെഷീനിനെ ഇതുപോലെ പലതരത്തിലുള്ള സാധനങ്ങളുടെ ഡേറ്റ ഫീഡ് ചെയ്ത് കൊടുത്ത് ഇത് ഇന്നതാണ് എന്ന് മനസ്സിലാക്കി അതിനെ പഠിപ്പിച്ചെടുക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് മെഷീൻ ലേണിംഗ് എന്ന് പറയുക. അപ്പോൾ ഇത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അടിസ്ഥാനം മെഷീൻ ലേണിംഗ് ആണ്. ഒരു കമ്പ്യൂട്ടറിനെ അല്ലെങ്കിൽ ഒരു മെഷീനിനെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുക കാര്യങ്ങൾ. അത് കഴിയുമ്പോൾ അതിന് തന്നെ അത് അനലൈസ് ചെയ്ത് അതിനകത്തുനിന്ന് റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇത്തരം മെഷീൻ ലേണിങ്ങും AI ബന്ധപ്പെട്ട ഒരു BTech പ്രോഗ്രാമാണ് ഞാൻ ഈ പറഞ്ഞ വിശ്വകർമ്മ യൂണിവേഴ്സിറ്റി പൂനെയിലുള്ള അവർ നൽകുന്നത്. 4 വർഷത്തെ പ്രോഗ്രാമാണ്. അതിന് ഏതാണ്ട് വർഷത്തെ ഫീസ് 1,62,000 രൂപ ഒരു വർഷത്തെ ഫീസ് വരും. അങ്ങനെ 4 വർഷം പഠിക്കണം ആ കോഴ്സ്.
ഇതാണ് ഒരു പ്രോഗ്രാം. ഇതേ പ്രോഗ്രാം തന്നെ വെല്ലൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി VIT ഓഫർ ചെയ്യുന്നുണ്ട്. അവരുടെ പല ക്യാമ്പസുകളിൽ ഓഫർ ചെയ്യുന്നുണ്ട്. സെഹൂരുള്ള ക്യാമ്പസിൽ അവർ ഓഫർ ചെയ്യുന്നുണ്ട്. അതിന് ഏതാണ്ട് 2 ലക്ഷത്തിനടുത്ത് ഒരു വർഷത്തെ ഫീസാവും. പെർ ഇയർ ഫീസ് 2 ലക്ഷം രൂപയുടെ അടുത്ത് വരും. എന്ന് പറയുമ്പം ഒരു സെമസ്റ്ററിന് 1 ലക്ഷം രൂപയോളം ഫീസ് വരുന്നുണ്ടെന്ന് ഓർക്കുക. 4 വർഷത്തെ പ്രോഗ്രാമാണ്. അപ്പോൾ കുറച്ച് എക്സ്പെൻസീവാണ് അത്തരം പ്രോഗ്രാംസ് എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചതേ ഉള്ളൂ. അതുപോലെ തന്നെ AI ആൻഡ് മെഷീൻ ലേണിംഗ് എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാമുണ്ട്. അതും വെല്ലൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി മറ്റ് ക്യാമ്പസുകൾ ഓഫർ ചെയ്യുന്നതാണ്. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, അതിനകത്ത് തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സ്പെഷ്യലൈസേഷനുള്ള ഒരു പ്രോഗ്രാം ഈ പറഞ്ഞ പോലെ വിശ്വകർമ്മ യൂണിവേഴ്സിറ്റി ഓഫർ ചെയ്യുന്നുണ്ട്. അതിനകത്ത് വ്യത്യസ്തമായ 1-2 പ്രോഗ്രാംസ് ഞാൻ പറയാം. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ AI ആൻഡ് റോബോട്ടിക്സ്. ഒട്ടനവധി കുട്ടികൾക്ക് താല്പര്യമുള്ള മേഖലയാണ്. പ്രത്യേകിച്ച് ഇലക്ട്രോണിക്സിലൊക്കെ താല്പര്യമുള്ളവർക്ക് റോബോട്ടിക്സ് മേഖല ഭയങ്കരമായ ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അത്തരത്തിലുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഞാൻ നേരത്തെ പറഞ്ഞ VIT നൽകുന്നുണ്ട്. അതൊരു ബാച്ചിലർ പ്രോഗ്രാമാണ്. 4 വർഷത്തെ പ്രോഗ്രാമാണ്. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിങ്ങിലുള്ള ഒരു BTech അല്ലെങ്കിൽ BE BTech പ്രോഗ്രാമാണ്. 1,95,000 രൂപ വർഷ ഫീസ് വരുന്നുണ്ട്. അതും 4 വർഷത്തെ പ്രോഗ്രാമാണെന്ന് മനസ്സിലാക്കുക. ഇനി വ്യക്തമായി കമ്പ്യൂട്ടർ സയൻസ് വിത്ത് AI അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ AI എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം സത്യഭാമ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, തമിഴ്നാട്ടിലെ ചെന്നൈയിലുള്ള വളരെ പ്രശസ്തമായ സ്ഥാപനമാണ് സത്യഭാമ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി. അവർ നൽകുന്ന ഒരു ബാച്ചിലർ ഓഫ് എഞ്ചിനീയറിംഗ് BEng അല്ലെങ്കിൽ ബാച്ചിലർ ഓഫ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന പ്രോഗ്രാമാണ്. അതിന് 4 വർഷത്തെ പ്രോഗ്രാമാണ്. ഇതും നിങ്ങൾക്ക് നോക്കാവുന്ന ഒരു പ്രോഗ്രാം ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. പിന്നെ അത്തരത്തിലുള്ള വേറെ ഒരു പ്രോഗ്രാം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ലൗലി യൂണിവേഴ്സിറ്റി, അതായത് നമ്മുടെ ഡൽഹിയിലുള്ള പഞ്ചാബിലുള്ള ലൗലി യൂണിവേഴ്സിറ്റി. അവർ വളരെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റികളിൽ ഏറ്റവും വലിയ ക്യാമ്പസ് ഒക്കെയുള്ള യൂണിവേഴ്സിറ്റികളിൽ ഒന്നാണ് ലൗലി യൂണിവേഴ്സിറ്റി. അവർ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, അതിൽ തന്നെ AI ആൻഡ് ഡേറ്റ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഒരു സ്പെഷ്യലൈസേഷനോട് കൂടി അവരൊരു കോഴ്സ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. മറ്റൊരു പ്രോഗ്രാം ഉള്ളത് VITയുടെ തന്നെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആൻഡ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അങ്ങനെ പറയുന്നൊരു പ്രോഗ്രാമുണ്ട്. അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ് സത്യഭാമ യൂണിവേഴ്സിറ്റി തന്നെ നൽകുന്നുണ്ട്. അപ്പോൾ ഈ പ്രോഗ്രാംസൊക്കെ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഇതൊന്നും കൂടാതെ കേരളത്തിലെ ഒട്ടനവധി എഞ്ചിനീയറിംഗ് കോളേജുകൾ ഇത്തരത്തിലുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, മെഷീൻ ലേണിംഗ്, റോബോട്ടിക്സ്, ഇത്തരം ഡേറ്റ സയൻസ്, ഇതിനകത്തെല്ലാം സ്പെഷ്യലൈസേഷനോട് കൂടിയുള്ള എഞ്ചിനീയറിംഗ് പ്രോഗ്രാംസും കമ്പ്യൂട്ടർ സയൻസ് ബേസ്ഡ് ഡിഗ്രി പ്രോഗ്രാംസും ഓഫർ ചെയ്യുന്നുണ്ട്. ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, എവിടെയെങ്കിലും ഒരു AI പ്രോഗ്രാം അല്ലെങ്കിൽ റോബോട്ടിക്സ് എന്നൊന്നും കേട്ട് ഉടനെ തന്നെ ചാടി അതിൽ ഗ്രാബ് ചെയ്യാൻ ശ്രമിക്കരുത്. കാരണം നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന യൂണിവേഴ്സിറ്റിക്ക് ഒരു NAAC അക്രഡിറ്റേഷൻ ഉണ്ടോ, നാഷണൽ അസസ്മെൻറ്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ അംഗീകാരമുള്ളതാണോ, അതല്ലെങ്കിൽ ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ നിങ്ങൾ പോയി ചേർന്നാൽ അത് പ്രോപ്പറായിട്ടുള്ളൊരു AICTE അംഗീകാരമുള്ള ഒരു റിയൽ എഞ്ചിനീയറിംഗ് കോളേജ് ആണോ എന്നൊക്കെ ഓർക്കുക. ഞാനിത് പറയാൻ കാരണം കേരളത്തിന് പുറത്തുള്ള ഒരുപാട് സംസ്ഥാനങ്ങളിൽ പലയിടത്തും ഇത്തരം അംഗീകാരമില്ലാത്ത സ്ഥാപനങ്ങൾ എഞ്ചിനീയറിംഗ് എന്നൊക്കെയുള്ള വ്യാജേന പല കോഴ്സുകളും കൊടുക്കാറുണ്ട്. അവർ വളരെ ബുദ്ധിപൂർവ്വമായിരിക്കും അഡ്വർടൈസ്മെൻറ്റുകളിലൊക്കെ പറയുക. എഞ്ചിനീയറിംഗ് ഒരു വാക്ക് ഉപയോഗിക്കാതെ എഞ്ചിനീയറിംഗ് ആണെന്ന് തോന്നുന്ന രീതിയിൽ നിങ്ങളെ ട്വിസ്റ്റ് ചെയ്ത് അവർ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ മിടുക്കുള്ളവരുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു കോഴ്സിന് പോയി ചേർന്ന് 1 വർഷമൊക്കെ കഴിഞ്ഞല്ലേ 6 മാസം കഴിഞ്ഞായിരിക്കും അറിയുന്നത് ഇതിന് നേരെ ഉള്ള ഒരു ശരിയായ രീതിയിലുള്ള ഒരു AICTE അംഗീകാരം ഇല്ലാത്ത കോഴ്സാണ്, അല്ലെങ്കിൽ ഒരു NAAC അക്രഡിറ്റേഷൻ ഇല്ലാത്ത സ്ഥാപനമാണ്. ഇതിന് യൂണിവേഴ്സിറ്റി അക്രഡിറ്റേഷൻ പോലും പലപ്പോഴും ഇല്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ അത് വളരെ ഇൻഫീരിയർ ആയിട്ടുള്ള ഏതെങ്കിലും വളരെ മോശം യൂണിവേഴ്സിറ്റിയാണ്, അതിന് വലിയ വാല്യൂ ഒന്നും ഇല്ലാത്തൊരു സർട്ടിഫിക്കേഷനാണ്. അപ്പോൾ ഇത്തരം അപകടങ്ങളിലൊന്നും പോയി വീഴാതെ നല്ല AICTE റാങ്കിങ് ഉള്ള അല്ലെങ്കിൽ അംഗീകാരമുള്ള, നല്ല NIRF റാങ്കിങ് ഉള്ള, നല്ല NAAC റാങ്കിങ് ഉള്ള കോളേജുകളിൽ പോയി നിങ്ങളുടെ കോഴ്സ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. റെപ്യൂട്ടേഷനുള്ളൊരു പ്രോഗ്രാം ആയിരിക്കണം, റെപ്യൂട്ടേഷനുള്ളൊരു കോളേജുമായിരിക്കണം, ഒരു യൂണിവേഴ്സിറ്റിയുമായിരിക്കണം. അതല്ലാത്തടത്ത് പോയി എന്താ പറയുക, നിങ്ങളത് ട്രാപ്പിൽ പോയി പെടരുത് എന്ന് ഞാൻ പ്രത്യേകം പറയുന്നു. കാരണം ഒട്ടനവധി ഡിപ്ലോമ പ്രോഗ്രാംസ്, ഒട്ടനവധി സർട്ടിഫിക്കേഷൻ പ്രോഗ്രാംസ് എന്നൊക്കെയുള്ള ഓമന പേരിൽ ഇത്തരം അംഗീകാരമൊന്നുമില്ലാത്ത AI സർട്ടിഫിക്കേഷൻ പ്രോഗ്രാംസ് ഓഫർ ചെയ്യുന്നുണ്ട്. ഒരു പരിധിവരെ അത് നല്ലതാണ്. ഒരു ഡിഗ്രി ഒന്നും അല്ല നിങ്ങളുടെ നോട്ടം. നിങ്ങളൊരു BTech ഓൾറെഡി ഉള്ള ഒരാളാണ്, നിങ്ങൾക്ക് AI ടൂൾസൊക്കെ ഒന്ന് പഠിക്കണം, നിങ്ങൾക്ക് റോബോട്ടിക്സ് ടൂൾസൊക്കെ ഒന്ന് പഠിക്കണം, ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് കിട്ടണം. അവിടെ നിങ്ങൾ അംഗീകാരം ഒന്നും നോക്കേണ്ട കാര്യമില്ല. നല്ലൊരു പ്രോഗ്രാമാണോ, നല്ല ലേണിംഗ് കർവ് ഉണ്ടോ, നിങ്ങൾക്ക് പഠിക്കാനുള്ളൊരു അവസരം തരുന്നുണ്ടോ, നല്ല ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഒരു എന്താ പറയുന്ന ഒരു ഡിപ്ലോമ അല്ലെങ്കിൽ ഒരു സർട്ടിഫിക്കേഷൻ അതിലൂടെ ലഭിക്കുന്നുണ്ടോ, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ AICTE NAAC ഒന്നും നോക്കണ്ട. അതേസമയം നിങ്ങളൊരു ഡിഗ്രി പ്രോഗ്രാം
ഒരു ബിടെക് പ്രോഗ്രാം ആയിട്ട് തന്നെ 4 വർഷം പഠിക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ നോക്കിയ ശേഷം ഒന്ന് ശ്രമിക്കുക. ഞാൻ ഈ പറഞ്ഞ കോളേജുകൾ തമിഴ്നാട്ടിലെ കുറേയധികം കോളേജുകൾ പറഞ്ഞു. സത്യഭാമ യൂണിവേഴ്സിറ്റിയുടെ കാര്യം പറഞ്ഞു, VITയുടെ കാര്യം പറഞ്ഞു, ലൗലി യൂണിവേഴ്സിറ്റി. ഇത് 3-4 എണ്ണം മാത്രമൊന്നുമല്ല, കേരളത്തിലുള്ള തന്നെ ഒട്ടനവധി നല്ല എഞ്ചിനീയറിംഗ് കോളേജുകൾ. അവർ പലരും AI-യിലും മെഷീൻ ലേണിങ്ങിലുമൊക്കെ അഡ്വാൻസ് സ്പെഷ്യലൈസേഷനുള്ള എഞ്ചിനീയറിംഗ് ഡിഗ്രികൾ തരുന്നുണ്ട്. അപ്പോൾ അതുമൊക്കെ ഒന്ന് നോക്കി മനസ്സിലാക്കാൻ ശ്രമിക്കുക. നല്ല അവസരങ്ങൾ ഗ്രാബ് ചെയ്യാൻ ശ്രമിക്കുക. +2-ന് ശേഷം ഈ ഒരു ലക്ഷ്യമുള്ളവർ നല്ല ഒരു റിസർച്ച് സ്റ്റഡി നടത്തി ഈ മേഖലയിലേക്ക് വരാനായിട്ട് ശ്രമിക്കുക. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനലിലൂടെ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രിപ്ഷൻ ബട്ടണൊക്കെ ഹിറ്റ് ചെയ്ത് ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഏറ്റവും മനോഹരമായ ഒരു ഫ്യൂച്ചർ കരിയർ നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. വിഷ് യു ഓൾ ദ ബെസ്റ്റ് ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.